ഏപ്രിൽ 13 ന്യൂയോർക്ക് സെഷൻ ജസ്റ്റ് സ്റ്റാർട്ടായി. ഇപ്പം 5:45 ഇന്ത്യൻ സമയം 5:40 PM ആണ്. ഞാൻ ഒരു CAD ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്, ബൈ ട്രേഡ്. 1 മിനിറ്റ് ആയതേ ഉള്ളൂ ട്രേഡ് എൻ്റർ ചെയ്തിട്ട്. ഇത് അഗെയിൻ നമ്മുടെ പ്രോഫിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഓൾറെഡി മാർക്കറ്റൊക്കെ ലീവാണ്, ഈസ്റ്ററിൻ്റെ ലീവാണ്, ഓൾ മേജർ ഇതെല്ലാം ഓഫാണ്. പക്ഷെ ഇത് ജസ്റ്റ് ന്യൂയോർക്ക് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് എൻ്റർ ചെയ്തതാണ്. നോക്കാം, ട്രേഡ് താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും. വലിയൊരു ട്രേഡൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഇന്നത് മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു ദിവസമാണ്. ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഒരു ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് നല്ല ഹൈയിലേക്ക് തന്നെയാണ് വന്നത്. ഏകദേശം ഒരു 10 പിപ്പ് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ കോറിലേഷൻ നോക്കാം. ഇത് OC പെയറിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ AUD USD എല്ലാം OC സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് 15 മിനിറ്റിൻ്റെ കോറിലേഷനാണ്. എല്ലാത്തിലും OCക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പ്രൈസ് മൂവ് ആവുന്നത്. അതുപോലെ CADൻ്റെത് നോക്കാം. CAD ഇപ്പം കുറേ പേരൊരു റേഞ്ച് പോലെയാണ്, പക്ഷേ ചെറിയ ടൈം ഫ്രെയിം. ഇത് 5 മിനിറ്റിൻ്റെയാണ്. CADന് വീക്കായിട്ട് തന്നെയാണ് കുറച്ച് മൂവ്മെൻറ്റ് കാണുന്നത്. നോക്കാം, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡ്. ഓക്കെ, സമയം 6:05 ഞാൻ സ്റ്റോപ്പ് ലോസ് കുറച്ച് റിസ്ക് കുറച്ച് കുറക്കാൻ പോയെന്ന്. മിനിറ്റ് 78-79 റേഞ്ചിലായിട്ട് റിസ്ക് കുറയ്ക്കാൻ 3 മിനിറ്റിൽ നോക്കിയിട്ട്. ഓക്കെ, 8878 റിസ്ക് കുറച്ച് വെച്ചിട്ടുള്ളത്. അപ്പം വെറും ഒരു 4 പിപ്പിൻ്റെ റിസ്ക്കിലാണ് ഇപ്പം ട്രേഡ് വർക്കാകുന്നത്. കുറച്ചും കൂടി മുകളിലേക്ക് പോകാൻ കിട്ടിയെങ്കിൽ ഞാനൊരു ഹാഫ് പ്രോഫിറ്റ് എടുക്കുകയില്ല. ചെറിയ സൈസ് ട്രേഡാണ് ഇത്, ബാങ്കൊക്കെ ലീവായത് കാരണം ചെറിയ സൈസ് ട്രേഡാണ്. ഓക്കെ, 6:14 സമയം. അപ്പോൾ ഞാനിപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് ഹാഫ് പ്രോഫിറ്റ് എടുത്തു ഓൾറെഡി ഈ പോയിൻ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് 0യിലേക്ക് മാറ്റി. അത് പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് കാണുന്നില്ല. അപ്പം ഇത് 0യിലേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത്. ഹാഫ് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തു. ഇപ്പം 15 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ആവും. 6:14 6:15 അടുത്ത 15 മിനിറ്റിൽ ഇങ്ങനെയാണുള്ളത് 15 മിനിറ്റ്. അപ്പോൾ ഇത് ക്ലോസ് ആയിട്ട് അടുത്ത ക്യാൻഡിൽ എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കിയിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 6:31 ആയി. ലാസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഗ്രെയിനിൽ തന്നെ സൂം ചെയ്യാം. പക്ഷേ മൂവ്മെൻറ്റ് വളരെ വീക്കായിട്ടാണുള്ളത് ഇപ്പം. ഇത് ലാസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലാണ്. 1 മിനിറ്റ് ആയിട്ടില്ല ഓപ്പൺ ചെയ്തിട്ട് താഴേക്കാണ് വരുന്നത്. പക്ഷെ ഞാൻ സേഫാണ്. ഇപ്പം ബ്രേക്ക് ഈവനിലാണ് പൊസിഷൻ ഉള്ളത്, സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് താഴേക്ക് വന്നാലും 0 കിട്ടും. പിന്നെ ഓൾറെഡി ഹാഫ് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ. ഓൾറെഡി പ്രോഫിറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഇത് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ സമയം 7:15 ആയിരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഒരു 20-22 പിപ്പ് വരെ പോയിട്ടുണ്ടായിരുന്നു പ്രൈസ്. അപ്പോൾ ഞാൻ ട്രേഡ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പുറം പോയിട്ടുണ്ടായത് സ്ക്രീനിലുണ്ടായിട്ടില്ല. ഇപ്പോൾ അതുണ്ട്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു ഫുൾ ബയറിൻ്റെ ഒരു ജസ്റ്റ് ഒരു പുൾ ബാക്ക് മാത്രമായിരിക്കും ഇത്. ഹയർ ലോ സീക്വൻസ് ആണെങ്കിൽ ഇത് പ്രൈസ് ഇനിയും മുകളിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. ഈവൻ താഴേക്ക് വന്നാലും പ്രശ്നമില്ല. ഞാൻ ഇവിടെ ബ്രേക്ക് ഈവനിൽ വെച്ചിട്ടുണ്ട്. നോക്കാം, 3 മിനിറ്റിൽ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. 3 മിനിറ്റിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ബയർ ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ ഇത്ര ലോയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഇവിടെ ലോ, പക്ഷെ എന്നാൽ ഈ ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റില്ല് മുകളിലേക്ക് പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, ബാക്കിയുള്ള കോറിലേഷനും കൂടി നോക്കാം.
OC USD മുകളിലേക്കുണ്ട്, യൂറോ AUD താഴേക്ക്. ഇനി CADൻ്റെ നോക്കാം. CADും ടെമ്പററി വീക്കായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് CAD JPY ആണ് സ്ട്രോങ്. AUD CADൽ AUD സ്ട്രോങ്. ന്യൂസിലാൻഡ് CADൽ ന്യൂസിലാൻഡ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഹോൾഡ് ചെയ്ത് നോക്കാം കുറച്ച് സമയം കൂടിയും. ഓക്കെ, ഇപ്പോൾ ടൈം 8:37 ട്രേഡ് സ്റ്റിൽ പ്രോഗ്രസ് ആണ്. ഇത് 15 മിനിറ്റ് ചാർട്ടാണ്. ഏകദേശം 20 പിപ്പ് ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റിൽ ഹോൾഡ് ചെയ്യാണ് ട്രേഡ്. നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 9:10 ടൈം. ട്രേഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഞാൻ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ രാത്രി 9:30 ആയത് കാരണം ഞാൻ നൈറ്റ് ഹോൾഡ് ചെയ്യാറില്ല ട്രേഡ്. ഇത് ഷോർട്ട് ടേം ആയിട്ട് എടുത്ത ട്രേഡാണല്ലോ. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.